ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ മഞ്ചേരി ചോലക്കലുള്ള ചന്തയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ ഈ ചന്ത എന്ന് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് പോണത് ചന്ത എല്ലാ ബുധനാഴ്ചയാണ് വരുന്നത്. പിന്നെ അത്യാവശ്യം മാടുണ്ട്. മാടെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് കാള, പശു ആണ് കൂടുതൽ വരുന്നത്. പോത്തും കുട്ടികൾ കുറവാണ്. അതുപോലെ തന്നെ പശുക്കൾ കൂടുതലുണ്ട്. കാളകളാണ് ഏറ്റവും കൂടുതലുള്ളത്. വലിയ വലിയ കാളകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വിധത്തിൽ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ റേറ്റ് ഇത് പറയാത്തതെന്ന് വെച്ചാൽ ഒരു 4 എണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ എന്ന് പറയുന്നുണ്ട്. അത് 14.5 വെച്ചിട്ടാണ് ചോദിക്കണത്. പിന്നെ ഇതിൽ റേറ്റുകൾ തമ്മിൽ അവർ ആദ്യം പറയുന്ന റേറ്റാണ് പറയണത് ചിലതിലൊക്കെ. അപ്പോൾ ആദ്യം അത് പറയുമ്പോൾ അത് വില കൂടുതലാണെന്ന് വിചാരിക്കുന്നു വേണ്ട. നമുക്ക് നമ്മുടെ ഇതിന് തോന്നണത്, നമ്മുടെ കാഴ്ചയ്ക്ക് തോന്നണ റേറ്റ് പറഞ്ഞിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് എടുക്കുക. അതാണ് വേണ്ടത്. പിന്നെ ഇതിലത്തെ ഒരു പശു വിൽക്കണ ഒരാളുടെ ഒരു ഇത് ഉണ്ട്. ഇതിൽ ഒരു സൈഡിൽ നിന്നിട്ട് അപ്പോൾ അയാളൊരു നമ്പറും കൊടുക്കുന്നുണ്ട്. അയാൾ 4 പശുവിനെ നിന്നിട്ട് ഒരു കുട്ടീനെയും 2 കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്കൊരു 25-27 റുപ്യൊക്കെ അയാൾ 27 റുപ്യക്ക് വില പറയുന്നുണ്ട്. അപ്പോൾ 25 റുപ്യ കുട്ടികൾക്ക് കൊടുക്കും, 25-26 റുപ്യ കുട്ടികൾ കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കോളൂ. അപ്പോൾ അയാളുടെ ഫോൺ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അത് ആവശ്യമുള്ളവർ വിളിക്കുക. പശുക്കുട്ടി നല്ല കുട്ടി നിൽക്കുന്നുണ്ട്. അയാളിൽ ഇപ്പോൾ 2 കുട്ടികൾ, കുഴപ്പമില്ലാത്ത കുട്ടികൾ നിൽക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. അത് നമുക്ക് പറ്റ ഒന്നും പറയാല്ലെന്ന് കന്ന് കുറവാണ്. അപ്പോൾ വിലയും കൂടും. വില കൂടൂല. വിലപ്പോൾ വില അല്ലെങ്കിലും കന്നിന് വില. ഞങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഒരു സംഗതി ഇങ്ങനെ നടത്തുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഈ ചാനലിന് ഇപ്പോൾ നടത്തണ മാതിരി തന്നെ ഞങ്ങളിപ്പോൾ നമ്മളൊരു ജീവിത മാർഗ്ഗമാണ്. അതെ, രാവിലെ തുടങ്ങിയിരുന്നത് കൊച്ചായിരുന്നു. അസറിന്റെ വാങ്ക് കൊടുത്തു. അപ്പോൾ എന്തെങ്കിലും ആയാ കച്ചവടം വല്ല നടന്നാ? കച്ചവടം കുറച്ചൊക്കെ ഏകദേശം വില പറയാൻ പറ്റും നിങ്ങൾക്ക്? വില പറയാൻ പറ്റും? വില എന്ന് പറഞ്ഞാൽ ഇപ്പം ആരെങ്കിലും ഒരു പാർട്ടി വരുമ്പോഴല്ലാതെ ഇപ്പം നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഇത് വാങ്ങൂല. അതൊക്കെ ശരി തന്നെ. അപ്പോൾ പറഞ്ഞാല് എന്ത് നല്ലോണം ഉണ്ടാകലുണ്ട്. 10-30-40 കന്ന് ഉണ്ടാകലുണ്ട് ഇവിടെ. ഒന്ന് ആന്തറിയിൽ പ്രശ്നമാണ്. അപ്പോൾ അവിടെ കന്ന് വരുന്നില്ല. അവിടെ നമ്മൾ കന്നുണ്ടല്ലോ കുഞ്ഞി കിടക്കണം. ഒക്കെ വാങ്ങിയിട്ട് കന്നുണ്ടാവും, വരുന്നില്ല. അപ്പോൾ ഒന്നുകൂടി വന്നാലും ഒന്നുകൂടി കച്ചവടം ഉഷാറാവും. അടുത്ത ആഴ്ചക്കൊക്കെ വരുന്ന പ്രശ്നങ്ങളൊക്കെ തീർന്നുകളെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കണ്ട് കൊണ്ടുവരികയാണ്. പിടിച്ചു പോവുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ പോവാണ്. ഇതൊക്കെ ഇപ്പോൾ കഥ അയക്കുന്ന കുട്ടികൾ പുറത്തുനിന്ന് വരുന്ന എന്ത് സാധനത്തിനും വില കൂടുതലാണ്. അതെവിടെ സ്ഥലം? ഞാൻ ഗുരുവായൂർ. ഒന്നുകൂടി പറഞ്ഞ അതിപ്പോ പറയാൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ വെച്ചാൽ എവിടെ ചങ്ങായിച്ച് ഇജ്ജയിലങ്ങനെ നടന്നിട്ടൊന്നും കാര്യമില്ല. ആ ചപ്പിളി കാര്യമാവുന്നല്ലാതെ ഇപ്പൊ ചറിയത്തൊന്നുമല്ല. ആ സുഖപ്പെടുത്തലാണ് നിങ്ങളെ പേരാന്ന് അറിയത്തൊന്നുമല്ല. കന്നോട് കുറവാണെന്ന് പറയണത്. അതാണ് ഇപ്പോൾ നിൽക്കണം. ഏകദേശം വിലയാണ് പറഞ്ഞത്. ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും ബാർഗെയിൻ ചെയ്തിട്ടൊക്കെ ഒക്കെ ഒന്ന് എടുക്കാമെന്നാണ്. നല്ല ബുദ്ധിമുട്ട്. ഈ കന്നിനൊക്കെ 43 റുപ്യാണ് പറയുന്നത്. ഇത് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് റേറ്റ് കുറവുണ്ട്. നമ്മളെ പോത്തുകളൊക്കെ ഉണ്ട്. $200, $230 റേഞ്ച് നല്ല പോത്തുകളൊക്കെ.
ഇത് കുറച്ചുകൂടി വലിപ്പം കൂടിയ പോത്തുകളാണ്. കുറച്ച് വണ്ണമുണ്ട്, ഉരുണ്ടിട്ട് ഇടനീളം കുറച്ച് കുറവുണ്ട്. കാണാനും നല്ല തീരെ ചടച്ച കുട്ടികളൊന്നുമില്ല, കാണാൻ വൃത്തിയും കാര്യങ്ങളൊക്കെ. ഇപ്പുറത്ത് കാളന്തൊക്കെ നിൽക്കുന്നുണ്ട്. വില എത്രക്കാണ് ചോദിച്ചത്. റുപ്യാണ് പോത്തിന് പറയുന്നത്. നല്ല പോത്താണ്, അത്യാവശ്യം വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പത്ത് 180 ആ റേഞ്ചിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. യൂട്യൂബ് ചാനൽ കണ്ടില്ല. ഇത് 3 ആക്കണം. ഒരെണ്ണം വിലക്ക് രണ്ടെണ്ണം വാങ്ങുമ്പോൾ വീഡിയോ ഒന്ന് ഫ്രീ ആണ്. ആ 4 വാങ്ങുമ്പോൾ 1 ഫ്രീ. മൂലർക്കും പറ്റും. മൂലരൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇവിടെ വരും കൊണ്ടോടി. മൂലരൊക്കെ ഒന്ന് വാങ്ങാം. ആ ചളി ചവിട്ടി പിടിച്ചിട്ട് 500 റുപ്യ ചളിയിൽ 500 റുപ്യ കൊടുക്കാം. അത് കിട്ടൂല. 4 വാങ്ങിയ 1 ഒപ്പം പോയി വാങ്ങും. നിങ്ങൾക്ക് മറ്റും ചെറിയ പൊടിക്കുട്ടികളെ വേണം. 4 വാങ്ങിയ 1 ഫ്രീ ഉണ്ട്. തലയിൽ മാതിരി കാര്യമല്ല. എത്ര വണ്ടിയിട്ട് കാര്യമല്ല. അവിടെ പേര് അടുത്തൊക്കെ ഒന്ന് ചോദിച്ചു. നാട്ടില് നമുക്ക് അതിലേറെ വലിപ്പം വാങ്ങിയേക്കും. ടാങ്കാണ് 500 ലിറ്റർ വെള്ളം കൊണ്ടുണ്ട്. ഇനി പള്ളിയിൽ വേറെ ഒന്നും ഇങ്ങനെ തോത്തിന്റെ ഉള്ളു. ഒരു 4 വാങ്ങിയ 1 ഫ്രീയാ. ഇല്ലല്ലേ, നമുക്ക് വീഡിയോ എടുക്കുന്നതാണ്. വീഡിയോ എടുക്കാൻ മാത്രം. കഴിഞ്ഞല്ലേ? ആ എന്നാല് ഇയാള് ചാടിച്ചാൻ പോയപ്പോ കുട്ടണീനാണ് വിട്ടു.
എത്ര നമ്മളത് പറഞ്ഞത് കുഞ്ചാല കണക്ക് എത്ര കുഞ്ചാളം കണക്ക് 88 അതിൽ ഇത് തന്നെ കാറിനെ കാളം പറ്റുന്നുണ്ട് എന്നിട്ടാ കൊണ്ടേക്കോ നല്ല കാളക്കുട്ടികളൊക്കെ ഉണ്ട്. കാളക്കുട്ടികൾ പശുക്കുട്ടികൾക്ക് പശു കുറച്ചുകൂടി വലിപ്പമുള്ള സൈസാണ്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ചന്തയാണ്. കന്നുകൾ അത്യാവശ്യം ഉണ്ട്. ഇപ്പോൾ സെൻട്രൽ കണ്ടിലാണ് ചുറ്റും വീഡിയോ എടുക്കുന്നത്. കന്നുകൾ അത്യാവശ്യം ഉണ്ട്. മോശമില്ലാത്ത ചന്തയാണ്. അത്യാവശ്യം കന്നുകളുണ്ട്. പിന്നെ നടക്കാൻ പറ്റില്ല, ശരിക്കും നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നാലും നമ്മൾ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ചില നേരത്ത് നന്നായി കുഴികളൊക്കെ ഉണ്ട്. നന്നായിട്ട് ചളിയും കാര്യങ്ങളാണ്. മഴ വരെ രണ്ട് കാളയാണ്. ഇതിൻ്റെ കാളയുടെ സൈസ് അറിയില്ല. അത് നേരിട്ട് കാണുമ്പോഴാണ് എൻ്റെ സൈസ് അറിയുള്ളൂ. അത്രയും വലുപ്പമുള്ള കാള 6 അടിയുടെ മുകളിലുണ്ട്. അത്രയും വലിയ ചന്തയാണ്. അത്രയും പ്രതീക്ഷയില്ലാത്ത കാണുന്നു. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള പോത്തുമുട്ടികളും നല്ല കാണാനും ഇതൊക്കെ ഉണ്ട്. വളർച്ചയുള്ള കുട്ടികൾ തന്നെയാണ്. നല്ല ആന്ധ്ര കുട്ടികളൊക്കെ ചടവൊന്നുമില്ല. നല്ല കുട്ടീസും വില ചോദിച്ചോക്കാണ്. വില പറയാനറിയില്ല.
വിലയുടെ കാര്യമൊക്കെ അവരങ്ങനെ പറയില്ല, ഓപ്പണായിട്ട് പറയില്ല, അത് കൂട്ടിയിട്ടേ പറയുള്ളൂ. പിന്നെയാണ് അത് നമ്മൾ പേശിയിട്ട് വില കുറച്ചിട്ടാണ് വാങ്ങിക്കാൻ പറ്റുന്നത്. ചോദിച്ചു നോക്കാൻ പറഞ്ഞു. ഏത് കേരളത്തിന്റെ പുറത്തിലോട്ട് കൊടുക്കും? എന്താണ് ഈ പൊതുക്കൾ കൊണ്ടാണോ? യൂട്യൂബിലിടാനാണ്, യൂട്യൂബിലിടാൻ ഞങ്ങൾ വില പറയാൻ പറ്റും നിങ്ങൾക്ക്? വില 45 റുപ്യ, ഇതാണ് 34 റുപ്യ, ഇത് 32 റുപ്യ, അത് 37 റുപ്യ, അത് രണ്ടും 36 റുപ്യ. എന്താ ബ്ലോഗിൻ്റെ പേര്? വ്ളോഗ് ലിയോസ് വ്ളോഗ്. ലിയോസ് ഫാമിംഗ്. നമ്മുടെ ഫാം വരുന്നുണ്ട് ചാലക്കുടിയിലാണ്. ഈ മുറാ ക്രോസ് കുട്ടികളിൽ ഞാൻ ഇറക്കുന്നുണ്ട്.